ക്ലാസ്സിൽ വെല്ലൂർ ബാക്കിയാത്തിലും നമ്മുടെ ജാമ്യമഹക്കയിലുമൊക്കെ നടത്തുന്ന ഒരു മഹത്തായ വലിയ ഗ്രന്ഥമാണ്, അധ്യാത്മഗ്രന്ഥമാണ്, ചിന്താഗ്രന്ഥമാണ് അൽ ഹികമുൽ അത്വാഇയ്യ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന മഹാനവറുകളുടെ മൊഴികൾ, തിരുമുത്തുകളാണ് അതിനാസുകൾ. അദ്ദേഹം ഈ രംഗത്തേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവരായ അബുൽ അബ്ബാസിൽ മുർസി എന്നവരുടെ വഫാത്തിന് ശേഷം ആ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഒരു ഭൂഷ്ഠരായി, ബഹുമാനപ്പെട്ടവരുടെ ചിന്തയിലും ബഹുമാനപ്പെട്ടവരുടെ ആധ്യാത്മിക രംഗത്തുള്ള മാർഗദർശനത്തിലും ഈജിപ്തുകാർ മൊത്തം മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാദരി തരീഖത്തിൻ്റെ അഭിനന്ദനായ ഒരു ശൈഖാണ് ബഹുമാനപ്പെട്ടവർ. മഹാനവറുകൾ ഹുസാമുദ്ദീൻ രാജയൻ ഷാത്ത എന്ന പേരിലുള്ള ഒരു രാജാവ്, ആ രാജാവിന് അദ്ദേഹത്തെ കാണണമെന്നും എന്തെങ്കിലും ഒരു ഉപദേശം കേൾക്കണമെന്നും ഒന്നോ രണ്ടോ വാക്കുകൾ, മൊഴിമുട്ടുകൾ അവിടുന്ന് നേരിട്ട് കേൾക്കണമെന്നുള്ള ആഗ്രഹം അറിയിച്ചതനുസരിച്ച് രാജാവ് ആളെ അയച്ച്, ദൂതരെ അയച്ച് ബഹുമാനപൂർവ്വം വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന നേരത്തിൽ അദ്ദേഹം രാജാവിനോട് പറഞ്ഞത്, നിങ്ങളുടെ ഭരണം സുഖകരമായ ഭരണമാണ്, നിങ്ങൾക്ക് സുഖമാണ്, നിങ്ങൾക്കെതിരെ വിപ്ലവങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ നാട്ടിലില്ല. നാട്ടുകാർക്കും ക്ഷാമമില്ല, നല്ല ക്ഷേമമാണ്, ഐശ്വര്യമാണ്, സന്തോഷമാണ്. ഈ ക്ഷേമവും ഭരണത്തിലുള്ള നിങ്ങൾക്ക്, ജനങ്ങളിലുള്ള, പ്രജകളിലുള്ള സ്വീകാര്യതക്കും നിങ്ങൾ ശുക്ർ ചെയ്യണം, നന്ദി രേഖപ്പെടുത്തണം എന്ന് രാജാവിനോട് കിട്ടിയ സന്ദർഭത്തിൽ ഉപദേശം തേടിയപ്പോൾ നൽകിയ ഉപദേശം. ഇതാണ് മഹത്തുക്കളായ സൂഫിയന്മാരുടെ രീതി. അവർ രാജാക്കന്മാരെ എപ്പോഴെങ്കിലും കാണാൻ റെഡിയായാൽ അവരോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, എന്താണ് ശുക്ർ എന്ന്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, 3 തരം ശുക്റുണ്ട്. അശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ശുക്ർ. വശുക്റു ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് ശുക്ർ. അശുക്റു ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് ശുക്ർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അമ്മാ ബിനിഅമത്തി